ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ എന്താണ് ഹിൽബർട്ട് സ്പേസ് എന്നും എന്താണ് ലീനിയർ വെക്റ്റർ സ്പേസ് എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആൻഡ് എ സെറ്റ് ഓഫ് സ്കെയിലാർസ് വിച്ച് സാറ്റിസ്ഫൈസ് 4 പ്രോപ്പർട്ടീസ്. 4 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്പേസാണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആൻഡ് സെറ്റ് ഓഫ് സ്കെയിലാർസ്. അതിനെയാണ് നമ്മൾ ഹിൽബർട്ട് സ്പേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസ് ഹിൽബർട്ട് സ്പേസ് ആവാനുള്ള ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ വെക്റ്റർ സ്പേസ് ആവുക എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എന്താണ് ലീനിയർ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞു. Then this linear vector space also consists of a set of vectors and a set of scalars which satisfies some rule of vector addition and some rule of scalar multiplication. അപ്പോൾ ചില വെക്റ്റർ അഡീഷൻ റൂളുകളും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ റൂളുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് വെക്റ്റേഴ്സും സെറ്റ് ഓഫ് സ്കെയിലാർസും അടങ്ങിയ ഒരു വെക്റ്റർ സ്പേസിനെയാണ് നമ്മൾ ലീനിയർ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ ഈ 2 വെക്റ്ററുകൾ തമ്മിലുള്ള സ്കെയിലാർ പ്രോഡക്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ 2 വെക്റ്റേഴ്സ്, ഞാൻ ഫൈ ആൻഡ് സൈ, രണ്ട് വെക്റ്റേഴ്സ് ഫൈയും അതുപോലെ തന്നെ സൈയും എടുക്കുന്നു. സോ ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈ സ്റ്റാർ ഇൻറ്റു സൈ ആണെന്ന് പറഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡ്യുവൽ സ്പേസ്. എന്താണ് ഡ്യുവൽ സ്പേസ് എന്ന് പറയുന്നത്? അതായത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഫൈ സൈ തുടങ്ങിയ വെക്റ്ററുകളൊക്കെ ഒരു ഹിൽബർട്ട് സ്പേസിൽ അല്ലെങ്കിൽ ഒരു ലീനിയർ വെക്റ്റർ സ്പേസിലെ എലമെൻറ്റുകളാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വെക്റ്റർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ആ വെക്റ്റർ സ്പേസിനെ അസോസിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഡ്യുവൽ വെക്റ്റർ സ്പേസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറയാം, എവറി വെക്റ്റർ സ്പേസ് can be associated with a every vector space can be associated with a dual vector space. Every vector space can be associated with a dual vector space. That is, if we are considering the scalar product of phi with psi, ഇതിൻ്റെ മീനിങ് നമുക്കിങ്ങനെ പറയാം, if psi is an element or if psi belongs to psi is an element of ഹിൽബർട്ട് സ്പേസ് എച്ച്. അതായത് സൈ എന്ന് പറയുന്ന എലമെൻറ്റ് എച്ച് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിലെ എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. സൈ എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിലെ എലമെൻ്റ് ആണെങ്കിൽ then phi belongs to its dual vector space or dual Hilbert space. Its dual Hilbert space നമ്മളതിനെ എച്ച് ഡി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് ഒരു ഹിൽബർട്ട് സ്പേസ് നമ്മൾ എടുത്താൽ ആ ഹിൽബർട്ട് സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു ഡ്യുവൽ സ്പേസ് ഉണ്ടാവും, ഒരു ഡ്യുവൽ വെക്റ്റർ സ്പേസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ സൈ എന്ന് പറയുന്ന എലമെൻറ്റ് എച്ച് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിലെ എലമെൻ്റ് ആണെങ്കിൽ അതിനോട് സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കേണ്ട ഫൈ എന്ന് പറയുന്ന എലമെൻറ്റ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? അതിൻ്റെ ഡ്യുവൽ വെക്റ്റർ സ്പേസിലെ എലമെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ നമ്മളൊരു സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു വെക്റ്റർ സ്പേസിലെ എലമെൻറ്റിനെ അതിൻ്റെ ഡ്യുവൽ വെക്റ്റർ സ്പേസിലെ എലമെൻറ്റുമായിട്ടാണ് നമ്മൾ സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുന്നത്. സോ ഈ ഡ്യുവൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അഗെയിൻ എ ഹിൽബർട്ട് സ്പേസ് തന്നെയാണ്. പക്ഷേ ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് നമ്മളൊരു എലമെൻറ്റിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യുവൽ സ്പേസിലെ ഒരു എലമെൻറ്റുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്ന് പറയുന്നത് ഫൈ സ്റ്റാർ ഇൻറ്റു സൈ ആണെന്നറിയാം. അതുപോലെ തന്നെ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ എന്ന് പറയുന്നത് ദിസ് ഈസ് സൈ സ്റ്റാർ ഇൻറ്റു ഫൈ ആണ്. അതുകൊണ്ട് തന്നെ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ ആണ്. അതായത് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്കെയിലാർ പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, നൗ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഡയമെൻഷൻ ആൻഡ് ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. ഡയമെൻഷൻ ആൻഡ് ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. Dimension and basis of a vector space. Okay, a set of n non-zero vectors
എ സെറ്റ് ഓഫ് n നോൺ സീറോ വെക്റ്റേഴ്സ്, നമ്മളതിനെ phi 1 phi 2 phi 3 എക്സെട്ര phi n എന്ന് വിളിക്കുന്നു, ഈസ് സെഡ് ടു ബി linearly independent if and only if the solution of the equation summation over I is equal to 1 to n ai phi I is equal to 0 is a1 equal to a2 equal to etc. an equal to 0. അതായത് നമ്മളിവിടെ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ ആൻഡ് ബേസിസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു n നമ്പർ ഓഫ് വെക്റ്റേഴ്സ്, അതെല്ലാം തന്നെ എങ്ങനെയുള്ള വെക്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് നോൺ സീറോ വെക്റ്റേഴ്സ് ആയിട്ടുള്ള ക്യാപിറ്റൽ N നമ്പർ ഓഫ് വെക്റ്റേഴ്സ് നമ്മൾ എടുക്കുന്നു. അതിനെ നമ്മൾ phi 1 phi 2 phi 3 എക്സെട്ര phi n എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ n നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ I ഈസ് ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N ai phi I ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ എഴുതിയാൽ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് a1 ഈക്വൽ ടു a2 ഈക്വൽ ടു എക്സെട്ര an ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ phi I, അതായത് phi 1 phi 2 phi 3 എക്സെട്ര phi n എന്ന് പറയുന്ന n വെക്റ്റേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നൗ ബട്ട് if there exists a set of scalars which are not all zero, അതായത് നമ്മളിപ്പോൾ മുമ്പേ എടുത്തത് എല്ലാ വെക്റ്റേഴ്സും നോൺ സീറോ ആണെന്നാണ് എടുത്തത്. പക്ഷേ ഇവിടെ എല്ലാം എന്താവണമെന്നില്ല, നോൺ സീറോ ആവണമെന്നില്ല, വിച്ച് ആർ നോട്ട് ഓൾ സീറോ. സോ ദാറ്റ് one of the vectors, അതായത് നമ്മൾ ഈ പറഞ്ഞ phi 1 phi 2 phi 3 എക്സെട്ര phi n വരെ പറഞ്ഞല്ലോ, ഇതിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്റർ, സേ phi സ്മോൾ n എന്ന് ഞാൻ എടുക്കുന്നു, അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്ററാണ്. ഓക്കെ, സേ സ്മോൾ phi n can be expressed as a linear combination of the others, അതായത് ഇതിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്റർ phi n എടുത്താൽ ആ phi n-നെ എനിക്ക് മറ്റുള്ള വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് phi n ഈസ് ഈക്വൽ ടു സം ഓവർ I ഈസ് ഈക്വൽ ടു 1 ടു n മൈനസ് 1 ai phi I പ്ലസ് സം ഓവർ I ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ടു ക്യാപിറ്റൽ N ai phi I. ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ phi 1 phi 2 phi 3 എക്സെട്ര ഇതിനിടയിലുള്ള ഒരു വെക്ടറാണ് phi n, ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വെക്ടറാണ് phi n മൈനസ് 1, ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വെക്ടറാണ് phi n പ്ലസ് 1, അങ്ങനെ അവസാനം phi ക്യാപിറ്റൽ N വരെ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ phi n എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ ബാക്കിയുള്ള വെക്ടറുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതുന്നു. എന്ന് വെച്ചാൽ ഇവിടെയുള്ള n മൈനസ് 1 വരെ നമ്മൾ ആദ്യം എടുക്കുന്നു, അതാണ് ഇവിടെ 1 ടു n മൈനസ് 1 ai phi I പ്ലസ് ഇനി phi കഴിഞ്ഞിട്ടുള്ള n പ്ലസ് 1 മുതൽ ക്യാപിറ്റൽ N വരെ എടുക്കുന്നു. ദാറ്റ് ഈസ് സം ഓവർ I ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ടു ക്യാപിറ്റൽ N ai phi I. ഓക്കെ, ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ നമുക്ക് പറയാം ദ സെറ്റ്, ഇതിലുള്ള ഈ phi I എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് phi I, അതായത് phi 1 phi 2 phi 3 എക്സെട്ര phi n ഈസ് സെറ്റ് ടു ബി ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു വെക്ടറിനെയെങ്കിലും മറ്റ് വെക്ടറുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുവെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അതേസമയം ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല എങ്കിൽ അതെന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അപ്പോൾ എന്താണ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ഈ പറഞ്ഞ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഓക്കെ, സോ ദി ഡയമെൻഷൻ ഓഫ് എ വെക്റ്റർ സ്പേസ്
is the maximum number of linearly independent vectors the dimension of a vector space is the maximum number of linearly independent vectors the space can have. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്റ്റർ സ്പേസിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഒരു വെക്റ്റർ സ്പേസിലുണ്ട് അതിനെയാണ്, അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ പറയാം, ഈ 5(1), 5(2), 5(3) എക്സെട്ര 5n എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ആൻ n ഇതെന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസിലുള്ള n നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആണെങ്കിൽ ഈസ് എ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്കൊരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ്. കാരണം ഇതിലുള്ള 5(1) മുതൽ 5n വരെയുള്ള n നമ്പർ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ N ആണെന്ന് പറയാം. ഓക്കെ, അതായത് ഇൻ ദിസ് n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്, നമ്മളിപ്പോൾ ഈ പറയുന്ന n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുക്കുന്നു. ഇൻ ദിസ് n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് any vector psi can be expanded as a linear combination of this psi is equal to sum over I is equal to 1 to n ai phi I. ഇത് വേറൊരു വെക്ടറാണ് കേട്ടോ, psi. നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5(1), 5(2), 5(3) തുടങ്ങി 5n വരെയുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൻ്റെ മീനിങ് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഫൈയെ എനിക്ക് മറ്റു ഫൈകളുടെ ടേംസിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിനെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് വിളിക്കുക. അതേസമയം അത്തരത്തിലുള്ള ഒരു n ഡയമെൻഷണൽ ലീനിയർ വെക്റ്റർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏതൊരു വെക്റ്റർ സൈയെയും ഈ പറഞ്ഞ നമ്മുടെ 5(1), 5(2), 5(3) തുടങ്ങി 5n വരെയുള്ള ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ദിസ് ഫൈ എനിക്ക് ഏതൊരു വെക്റ്റർ സൈയെ വേണമെങ്കിലും എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ലീനിയർ വെക്റ്റർ സ്പേസിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ 3 ഡയമെൻഷണൽ യൂക്ലീഡിയൻ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. 3 ഡയമെൻഷണൽ യൂക്ലീഡിയൻ സ്പേസ്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ XYZ ആക്സിസുകളുണ്ടല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഞാനിത് എക്സ് ആക്സിസിൻ്റേത് I എന്നെടുക്കുകയാണ്, Y ആക്സിസിൻ്റേത് J എന്നെടുക്കുകയാണ്, Z ആക്സിസിൻ്റെ K. യൂണിറ്റ് വെക്റ്റേഴ്സ് I, J, K എന്ന് പറയുന്നത് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടറാണ്. അതായത് എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വെക്ടറിനെ മറ്റ് വെക്ടറുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് ഒരിക്കലും എഴുതാൻ വേണ്ടി പറ്റില്ല. ഇത് മൂന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടറാണ്. അതായത് ഒരെണ്ണത്തെ, ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറിൻ്റെ ടേംസിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ I, J, K എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ എ 3 ഡയമെൻഷണൽ യൂക്ലീഡിയൻ വെക്ടർ സ്പേസ് ആർ linearly independent vectors and it is an example for a linear vector space. ഒരു ലീനിയർ വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഐയും ജെയും കെയും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വെക്ടറിനെ മറ്റ് വെക്ടറിൻ്റെ ടേംസിൽ എഴുതാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ I, J, K അല്ലെങ്കിൽ ഈ പറഞ്ഞ XYZ ആക്സിസിലുള്ള ഏതൊരു വെക്ടർ എടുത്താലും എനിക്ക് ആ വെക്ടറിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഇൻ ടേംസ് ഓഫ് I, J, K എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഒരു വെക്ടർ എ എന്ന് പറയുന്നത് 3i + 4j + 5k എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്, ഇൻ ടേംസ് ഓഫ് I, J, K എനിക്ക് ഈ 3 ഡയമെൻഷൻ സ്പേസിലുള്ള ഏതൊരു വെക്ടറിനെയും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളിവിടെ പറഞ്ഞത്. എനിക്കൊരു വെക്ടർ സൈയെ ഇൻ ടേംസ് ഓഫ് ദിസ് ഫൈ എന്ത് ചെയ്യാം, എനിക്ക് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഫൈ എനിക്ക് ആ വെക്ടർ സ്പേസിലുള്ള ഏതൊരു വെക്ടറിനെയും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞത്. Okay, so the maximum number of linearly independent vectors in a vector space is called the dimension of the vector space. Okay, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ് ബേസിസ് എന്നുള്ളതാണ്. ഓക്കെ, സോ
basis of a vector space consists of a set of the maximum possible number of linearly independent vectors, maximum possible number of linearly independent vectors belonging to that space. അതായത് ഇതിലുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സിൻ്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് ബേസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ എടുത്ത 5 1 5 2 5 3 എക്സെട്ര 5 എൻ്റെ കേസിൽ this set of vectors 5 1, 5 2, 5 3, etc. 5n to be denoted as some set of elements phi I, ഒരു സെറ്റായിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം, and is called the basis of vector space. അല്ലെങ്കിൽ the set of all linearly independent vectors in a vector space is called the basis എന്ന് നമുക്ക് പറയാം. അതായത് ആ വെക്റ്റർ സ്പേസിലുള്ള ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്ററുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറഞ്ഞ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അതാണ് ബേസിസ് എങ്കിൽ സെറ്റ് ഓഫ് ഓൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഇൻ എ വെക്റ്റർ സ്പേസ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഇൻ എ വെക്റ്റർ സ്പേസ്. ഇതിനെയാണ് നമ്മൾ ബേസിസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഓരോ വെക്റ്റേഴ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ 5 1 എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ഈ പറഞ്ഞ ബേസിസിൽ പെടുന്ന ഒരു വെക്ടറാണ് 5 1. ആ ബേസിസിൽ വരുന്ന വേറൊരു വെക്ടറാണ് 5 2. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വൈൽ ദിസ് 5 1, 5 2, etc. 5n ആർ കോൾഡ് ബേസ് വെക്റ്റേഴ്സ്. ഇതാണ് ബേസ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ബേസിസിൽ വരുന്ന ഓരോ വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് ബേസ് വെക്റ്റേഴ്സ്. എന്ന് വെച്ചാൽ ഈ ബേസ് വെക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ സ്പേസിലുള്ള മറ്റെല്ലാ വെക്ടറുകളെയും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇൻ ടേംസ് ഓഫ് ബേസ് വെക്റ്റേഴ്സ് ആണ് നമ്മൾ ആ വെക്റ്റർ സ്പേസിലുള്ള ഏതെങ്കിലും ഒരു വെക്ടറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, നൗ നമുക്ക് ചില എക്സാമ്പിൾസ് ഓഫ് ലീനിയർ വെക്റ്റർ സ്പേസ് ആണ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് 3 ഡയമെൻഷണൽ നമ്മുടെ യൂക്ലീഡിയൻ വെക്റ്റർ സ്പേസ് ആണ്. 3 ഡയമെൻഷണൽ യൂക്ലീഡിയൻ വെക്റ്റർ സ്പേസ്. അതായത് ഈ കേസിൽ എന്താണ്, I, J, K ആർ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആണ്. അതേപോലെ നമുക്ക് പറയാം, എനി വെക്റ്റർ ഓഫ് ദിസ് യൂക്ലീഡിയൻ സ്പേസ് can be written as some A is equal to some A1 I cap plus A2 J cap plus A3 K cap. അതായത് ആ യൂക്ലിഡിയൻ സ്പേസിൽ വരുന്ന ഏത് വെക്ടറിനെയും ഇൻ ടേംസ് ഓഫ് ദിസ് I, J, K എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് നമുക്കറിയാം, ഞാൻ I ഡോട്ട് എ എടുത്തു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദിസ് I ഡോട്ട് എ? I ഡോട്ട് എ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ, അതായത് A1 I ക്യാപ്പ് പ്ലസ് A2 J ക്യാപ്പ് പ്ലസ് A3 K ക്യാപ്പിനെ നമ്മൾ I കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും. അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ A1 ഇൻറ്റു I ഡോട്ട് I 1 വരും. പക്ഷെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ I ഡോട്ട് ജെയോ I ഡോട്ട് കെയോ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, 0 ആയിരിക്കും. സോ ദിസ് I ഡോട്ട് എ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് A1 കിട്ടും. ഓർ ഹിയർ ദിസ് A1 ഈസ് ഈക്വൽ ടു I ഡോട്ട് എ ആണെന്ന് പറയാം. ഇതേപോലെ A2 എന്ന് പറയുന്നത് നമുക്ക് J ഡോട്ട് എ ആണെന്ന് പറയാം. അതേപോലെ A3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് K ഡോട്ട് എ ആണെന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ നേരത്തെ ഒരു നോം എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിരുന്നു. നമ്മൾ അതായത് ഏതൊരു വെക്റ്റർ ലീനിയർ വെക്റ്റർ സ്പേസിലുള്ള ഒരു വെക്റ്റർ സൈയെ എടുത്തു കഴിഞ്ഞാൽ ആ സൈയെ അതിനോട് തന്നെ സ്കെയിലാർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ നോം എന്ന് റെപ്രസെൻ്റ് ചെയ്യും എന്ന് പറഞ്ഞത്. എന്താണ് ഈ പറഞ്ഞ നോം എന്ന് പറയുന്നത്? ഓക്കെ, ദി നോം ഇൻ യൂക്ലീഡിയൻ സ്പേസ്, ഒരു യൂക്ലീഡിയൻ സ്പേസിൽ ഈ നോമിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? ദ നോം ഇൻ യൂക്ലീഡിയൻ സ്പേസ് ഈസ് ദി ലെങ്ത് ഓഫ് ദ വെക്റ്റേഴ്സ്.
ഈസ് ദി ലെങ്ത് ഓഫ് ദി വെക്റ്റേഴ്സ്. ഒരു വെക്റ്ററിൻ്റെ ലെങ്തിനെ നമുക്ക് യൂക്ലിഡിയൻ സ്പേസിൽ അതിൻ്റെ നോം എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ഇതാണ് നോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതിൻ്റെ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ വെക്റ്ററിൻ്റെ ലെങ്തിനെയാണ് നമ്മൾ അവിടെ നോം എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ ഈ പറഞ്ഞ സ്പേസിൽ ഐയും ജെയും കെയും എന്ന് പറഞ്ഞ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആണെന്നറിയാം. അതായത് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? A1i പ്ലസ് A2j പ്ലസ് A3k ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അതെന്താണ്? A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടെ പറയാം. നൺ ഓഫ് ദ വെക്റ്റേഴ്സ് I, j, k can be expressed as a linear combination of the other two. അതായത് ഇതിലേതെങ്കിലും ഒരു വെക്റ്ററിനെ നമുക്ക് മറ്റു വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഒരു പ്രോബ്ലമായിട്ട് എടുക്കാം. ചെക്ക് വെദർ ദി ഫോളോയിങ് ഫങ്ഷൻസ് are linearly independent or dependent on the real x-axis. Okay, ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. f of x is equal to 4, g of x is equal to x square and this h of x is equal to e raised to 2x. നമുക്ക് 3 ഫങ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ 3 ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അതോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ദിസ് ഈസ് സം A1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സം A2 ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് സം A3 ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 ആണ്. സോ ദിസ് ഈസ് 4A1 പ്ലസ് A2 എക്സ് സ്ക്വയർ പ്ലസ് A3 ഇൻറ്റു ഇ റൈസ് ടു 2x ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമ്മളൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ പറഞ്ഞ സാധനം 0 ആവണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതിൽ A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു 0 ആയാൽ മാത്രമേ ഇതെന്താവത്തുള്ളൂ? 0 ആവത്തുള്ളൂ അല്ലേ? ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ x 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേളിൽ പറഞ്ഞ ഫംഗ്ഷൻസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് എ ട്രിവിയൽ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു 0 ആവണം. ദെർഫോർ നമുക്കിതെന്ത് പറയാം? ഈ 3 ഫംഗ്ഷൻസും എങ്ങനെയാണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഒരെണ്ണത്തെ എനിക്ക് മറ്റ് 2 ഫംഗ്ഷൻ്റെ ടേംസിൽ എഴുതാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി അതേസമയം നമ്മൾ വേറൊരു സെറ്റ് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? A1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് A2 ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് A3 ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് A1 എക്സ് പ്ലസ് A2 എക്സ് സ്ക്വയർ പ്ലസ് A3 എക്സ് ക്യൂബ് ഈക്വൽ ടു 0. ഇതും 0 ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു 0 ആവണം. ദെർഫോർ ഈ പറഞ്ഞ ഫങ്ഷൻസും എങ്ങനെയുള്ള ഫങ്ഷൻസാണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസാണ്. നമ്മളൊരു തേർഡ് എക്സാമ്പിൾ എടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x ആൻഡ് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്കിവിടെ ഈ പറഞ്ഞ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 5f ഓഫ് എക്സ് പ്ലസ് 0 ടൈംസ് എച്ച് ഓഫ് എക്സ് ആണെന്ന് എഴുതാം അല്ലേ? കാരണം ജി ഓഫ് എക്സ് 5x ആണ്. ദിസ് ഈസ് 5 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെയിം ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ഇതിലുള്ള ഒരു ഫംഗ്ഷനെ, അതായത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ
മറ്റ് രണ്ട് ഫംഗ്ഷനുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്ന് പറയാം, ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയാം. അതായത് ഒരു ഫംഗ്ഷനെ മറ്റ് ഫംഗ്ഷനുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സപ്പോസ് 2 + x², ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 - x + 4x³ h of x is equal to 2x plus 3x² minus 8x³. ഇവിടെ എന്താണ്, ഈ h of x എന്ന് പറയുന്ന ഫംഗ്ഷനെ എനിക്ക് 3 ടൈംസ് എഫ് ഓഫ് എക്സ് മൈനസ് 2 ടൈംസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇത് നോക്കുക, 2x plus 3x² minus 8x³ ആണ്. സോ 3 ടൈംസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 × 2 + x² മൈനസ് 2 ടൈംസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 × 3 - x + 4x³ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 6 + 3x² - 6 + 2x - 8x³ എന്ന് വരും. ഓക്കെ, 6ഉം -6ഉം ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ദിസ് ഈസ് 2x + 3x² - 8x³. 2x + 3x² - 8x³. ഇതാണെന്ത് h of x എന്ന് പറയുന്നത്. So this h of x can be written as a linear combination of the other two functions f of x and g of x. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്താണ് കേസ്, they are also linearly dependent. ഇതും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കേസാണ്. ഓക്കെ, ഇനി നമ്മൾ യൂക്ലിഡിയൻ സ്പേസിൽ, ഇതിപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞത്. ഇതിന് പകരം നമ്മൾ യൂക്ലിഡിയൻ സ്പേസിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഇതാണ്, ആർ ദി ഫോളോയിങ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് in 3-dimensional Euclidean space linearly independent or dependent. linearly independent ആണോ ഡിപ്പെൻഡൻ്റ് ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ വന്നിരിക്കുന്നു, ദാറ്റ് ഈസ് 3, 0, 0. ബി എന്ന് പറയുന്നൊരു വെക്ടർ വന്നിരിക്കുന്നു, ദാറ്റ് ഈസ് 0, -2, 0. സി ഈസ് ഈക്വൽ ടു 0, 0, -1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതിനകത്ത് എ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും, ഇത് ദിസ് ഈസ് 3i². ബി എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് -2j². ആൻഡ് സി എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് -k². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നറിയാൻ ഇതിലേതെങ്കിലും ഒരു വെക്ടറിനെ മറ്റ് വെക്ടറുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് a1a പ്ലസ് a2b പ്ലസ് a3c ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഞാൻ എഴുതിയാൽ, ദാറ്റ് ഈസ് 3a1i² മൈനസ് 2a2j² മൈനസ് a3k² ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3a1 അതുപോലെ 2a2 അതുപോലെ a3 ഇതെല്ലാം എന്തായിരിക്കണം, 0 ആയേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഇവിടെ a1 ഈക്വൽ ടു 0 ആയിരിക്കണം, a2 ഈക്വൽ ടു 0 ആയിരിക്കണം, a3 ഈക്വൽ ടു 0 ആയിരിക്കണം. സോ നമുക്ക് എന്ത് പറയാം, ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു വെക്ടറിനെ മറ്റു വെക്ടറിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറയാം. ഓക്കെ, ഞാൻ വേറൊരു കേസ് എടുക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദിസ് എ ഈസ് ഈക്വൽ ടു സം 6 - 9 0. അതേസമയം ബി ഈസ് ഈക്വൽ ടു -2 3 0. ഓക്കെ, -2 3 0. അതായത് നമുക്കറിയാം ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 6i - 9j ആണ്, 6i - 9j. അതേസമയം ബി എന്ന് പറയുന്നത് -2i + 3j ആണ്, -2i + 3j. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ a1a പ്ലസ് a2b ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുക്കുന്നു. സോ a1 × a² പ്ലസ് a2 × b² ഈക്വൽ ടു 0. ദാറ്റ് ഈസ് a1 × 6i² മൈനസ് 9j² പ്ലസ് a2 × -2i² പ്ലസ് 3j² ഇസ് ഈക്വൽ ടു 0. ഓർ ഞാൻ ഐ ഉള്ള ടേംസിനെ ഒന്നിച്ചെടുക്കുന്നു. സോ 6a1 -2a2, ദാറ്റ് ഈസ് 6a1 -2a2 ഇൻറ്റു i², ദെൻ
പ്ലസ് അടുത്തത് -9a1 പ്ലസ് 3a2 ഇൻറ്റു ജെ ക്യാപ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? 6a1 - 2a2 ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ദിസ് ഇംപ്ലൈസ് a1 ഈസ് ഈക്വൽ ടു a2/3 എന്ന് കിട്ടും. അതേപോലെ -9a1 പ്ലസ് 3a2 ഈസ് ഈക്വൽ ടു 0, ഓർ ദിസ് ഇംപ്ലൈസ് a1 ഈസ് ഈക്വൽ ടു അഗെയിൻ a2/3 എന്ന് കിട്ടും. അതായത് ഇവിടെ a1 ഈക്വൽ ടു a2/3 എന്നാണ് നമുക്ക് രണ്ടിടത്തും കിട്ടിയത്. എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും? ഇവിടെ ഒരു വെക്ടറിനെ നമുക്ക് മറ്റൊരു വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതായത് a1 ഈക്വൽ ടു a2/3 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം a1a പ്ലസ് a2b ഈക്വൽ ടു 0 അല്ലേ? a1a പ്ലസ് a2b ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഇവിടെ a1a എന്ന് പറയുന്നത് -a2b ആണ്. അപ്പോൾ ഈ a1 എന്ന് പറയുന്നത് a2/3 അല്ലെങ്കിൽ a2 എന്ന് പറയുന്നത് 3a1 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ a2ന് പകരം ഞാനിവിടെ 3a1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ b എന്ന് പറയുന്ന വെക്ടറിനെ എനിക്ക് എയുടെ ടേംസിൽ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? സോ ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സാണ്. അപ്പോൾ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ്, എന്താണ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സ്? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു കാര്യം എന്താണ് ഡ്യുവൽ സ്പേസ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഡ്യുവൽ സ്പേസ്? അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ എക്സാമ്പിൾസ് ഓഫ് ലീനിയർ വെക്ടർ സ്പേസ്, അത് നമ്മൾ 3 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ആണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അതുപോലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.